ഏത് കഹാനി എന്ന് പറയുമ്പോൾ സ്റ്റോറി ഷിഷാപ്രജിൻ്റെ അർത്ഥം എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അടിച്ചപ്പോൾ 2 ആൻസറാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് പറയുമ്പോൾ ഫിക്ഷണൽ ആയിട്ടുള്ള സ്റ്റോറിന്നും, ഒന്നെന്ന് പറയുമ്പോൾ മറ്റേതിൻ്റെ കുട്ടികൾക്ക് പഠനത്തിനുള്ള എഡ്യൂക്കേഷണൽ ടൈപ്പ് സ്റ്റോറിന്നും. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഇറ്റ് ഈസ്. प्रचित काल में वाराणसी में ब्रह्मदत्त नाम के राजा राज करते थे. അപ്പോൾ പണ്ട് കാലത്ത് വാരാണസി എന്നുള്ള രാജ്യത്ത് ബ്രഹ്മദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് രാജ്യം നടത്തിയിരുന്നു. ബ്രഹ്മദത്ത് ब्रह्मप्रिय और न्यायी राजा थी. ധർമ്മപ്രിയ ഒരു ന്യായി രാജാത്തി. അപ്പോൾ ധർമ്മത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു, പിന്നെ ന്യായമായിട്ടുള്ള രാജാവായിരുന്നു. ഉൻകെ രാജ്യമേ പ്രജ സുഖി തി ഓർ അപ്പനെ രാജാ ഗുണഗാൻ കർത്തി തി. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സുഖത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നെ അവരുടെ രാജാവിനെ പറ്റിയിട്ട് അവർ നല്ലോണം നന്മകൾ പറയാറുണ്ടായിരുന്നു. इससे उनकी प्रसिद्धियत चारों ओर फैल रही थी. അപ്പോൾ ഇത് കാരണം എന്താണ് നമ്മളെ ബ്രഹ്മദത്ത്. അപ്പോൾ ബ്രഹ്മദത്തിൻ്റെ ഫേമസ്നെസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു രാജാവാണ്, അങ്ങനത്തെ ആ വാക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എല്ലായിടത്തും. ബ്രഹ്മദത്ത് ബഡേ വിവേകശാലി രാജാത്തെ. ബ്രഹ്മദത്താണെങ്കിലോ ഭയങ്കര പഠിത്തമുള്ളൊരു രാജാവായിരുന്നു. वह हमेशा उचित अनुचित सत्य असत्य तथा न्याय अन्याय का ध्यान रखते थे. എന്ന് പറയുമ്പോൾ ഉചിതമല്ലാത്തത്, സത്യം അസത്യം, ന്യായം അന്യായം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബ്രഹ്മദത്ത് ഭയങ്കരമായിട്ട് സുഷിത്തം വെച്ചിരുന്നു. വഹ് ഖുദ് ഖോ ആനാലോചി കി നസർ സെ ദേഖ്തേ थे. ബ്രഹ്മദത്താണെങ്കിലോ താനൊരു ആലോചകനാണെന്നുള്ളൊരു രീതിയിലാണ് തന്നെ കണ്ടിരുന്നത്. വഹ് ഏസാ വ്യക്തിയൊക്കെ ढूंढते रहते थे. പറയുമ്പോൾ അങ്ങനത്തെ ഒരാൾക്കാരെ ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജോ ഉൻകെ ഗലിതിയോംകോ കെ ബാത്ത് സകേ. പറയുമ്പോൾ മറ്റേ ബ്രഹ്മദത്തിൻ്റെ തെറ്റുകൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. तारीफ करने वालों झूठे सच्चे लोगों से बहुत मिल जाते थे. तुरंत उनके गलतियों को बताने वाले कोई मिलता था. ഇവിടെ താരീഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രശംസിക്കാനും ഗുണങ്ങൾ പറയാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു തെറ്റ് ഇതാക്കി ചൂണ്ടിക്കാണിച്ച് പറയാനുള്ള ആരും ആ രാജ്യത്തിനുണ്ടായിരുന്നില്ല. राजा इसी बात को ध्यान में रखकर वेश बदलकर पूरे जनपद में घूमते रहे. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്യും, വേഷം മാറ്റിയിട്ട് കണ്ടു. ഇതുപോലായിട്ട് രാജ്യത്തിൽ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട് ആൾക്കാരുടെ ഇടയിലൊക്കെ. लेकिन उन्हें चारों ओर अपने गुण ही सुनने के मिले. അപ്പോൾ എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും സ്വന്തം നന്മകളാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നൊന്നും കേൾക്കാനില്ല. ദേശി നഹി, ഒരു ചുക്കുമില്ല, എല്ലാതും നന്മ തന്നെ, ഒരു ഇതുപോലെ ദോഷം പോലെ ആരും പറയുന്നത്. ഇസി ധൂനമേ घूमते घूमते ब्रह्मदत्त अपने राज्य के पास वाले പ്രദേശ് മേം പൗഞ്ചാ ഗയി. അപ്പം അങ്ങനെ നോക്കി ബ്രഹ്മദത്ത് എന്തായി, വേറൊരു അന്നേരമ്പോൾ എൻ്റെ രാജ്യം വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. കുറച്ച് രാജ്യത്തു നിന്നുണ്ട് കുറച്ചാണ്ട് വന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. दानों जंगल और पर्वतों के बीच उन्हें एक आश्रम दिखाई दिया. സുന്ദർ സ ആശ്രമ ദിക്കായി ദിയ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ജംഗിളിൻ്റെയും പർവ്വതത്തിൻ്റെയും ഒക്കെ ഇടയിലായിട്ട് അവർക്കൊരു നല്ല ഭംഗിയുള്ളൊരു ആശ്രമം കാണാൻ പറ്റി. രാജാ ദേഖേ ഹുവേ തോ थे ही साथ में उन्हें
के लिए उन्हें सुंदर सा आश्रम बहुत अच्छा लगा. ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ആശ്രമം ഒരു നല്ല സ്ഥലമായിട്ട് അദ്ദേഹത്തിന് തോന്നി. उसी आश्रम में एक युवक तपस्या कर रहा था. അപ്പോൾ ആ ആശ്രമത്തിലൊരു യുവക് എന്ന് പറയുമ്പോൾ സന്യാസി അല്ലെങ്കിൽ ഒരു യങ് മാൻ എന്നൊക്കെ പറയാം, അങ്ങനെ തപസ്യ ചെയ്യുന്നുണ്ടായിരുന്നു. രാജാ ബ്രഹ്മദത്ത് ചുപ്ചാപ്പ് ഏക്ക് ഓർ ബേട്ട ഗൈ. അങ്ങനെ മിണ്ടാണ്ട് അങ്ങനെ പമ്മിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു, ഒന്നും മിണ്ടിയില്ല, ധ്യാനം ചെയ്യുന്നതിന് വെച്ച്. കുച്ച് ഹി ദേരമേ വഹ് യുവക് തപസ്യ സെ ഉട്ട. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ യുവക് എന്ത് ചെയ്തു, തപസ്യം കഴിഞ്ഞ് എഴുന്നേറ്റു. രാജാക്കോ ദേഖ് കർ നമസ്കാർ കിയ ഓർ കഹ. എന്നിട്ട് രാജാവിനെ കണ്ടുകൊണ്ടിട്ട് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു, ആപ്പ് ഹാത്ത് മുँह धोकर ठंडा पानी पीजिए तथा कुछ देर आराम कीजिए मैं अभी आया. അപ്പോൾ പറഞ്ഞ് ഒന്ന് കയ്യും കാലൊക്കെ കഴുകിക്കോ, എന്നിട്ട് ഈ തണുത്ത വെള്ളം കുടിച്ചോ, ഞാനിപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ വരാമെന്നാണ്. പിന്നെ രാജാക്കോ പാനി സെ ബരാ ലോട്ട് പക്ടാക്കർ വഹാം സെ ചലാ ഗയ. കൊടുത്തിട്ട് പോയിന്നിരിക്കും, വെള്ളം കൊടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വഹ് യുവക് ജംഗിൾ സെ കൂന്ത് മൂല് ഓർ ഫട്ട് ഇക്കട്ടോ കറുക്കെ ലാത്താ ഥ. അപ്പോൾ എന്തുട്ടാ കൂണ്ടുമൂല്, കാന്തമൂലാണ്. കാന്തമൂല് എന്ന് പറയുന്നത് ഒരു തരം ഇതാണ് തോന്നുന്നുണ്ട്, ഫുഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ്. എന്തുട്ടാണ്, ചെടിയ പഴം എന്തുട്ടാണ്, അതും പിന്നെ കുറേ പഴങ്ങളും കൊണ്ടുവന്നു. ആജ്കൽ യഹി ഉസ്ക ബേജൻ കുറേ നാളായിട്ട് ഇദ്ദേഹത്തിന് ഇത് തന്നെയാണ് ഫുഡായിട്ടുള്ളത് യുവകിന്. അപ്പോൾ ആജ് വഹ് പക്കേ ഹുവേ ഗോത്തെ ലഗാത്ത. അന്ന് എന്തായാലും ഭയങ്കരമായിട്ടൊരു നാണക്കേട് പോലെ ഉണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന്. ജോ ഷഹദ് ഹി തരഹ് മീഠേത്തെ. പക്ഷെ എന്നാലും അത് ഭയങ്കര ഹണിയുടെ പോലെ തന്നെ ഒരു ഭയങ്കര മീഠായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു. പറയുമ്പോൾ ആ സാധനം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. തോടീം देर में युवक पक्के गोदे देखकर राजा को सामने ले आया. അപ്പോൾ രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഹിന്ദി സോ എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് എനിക്ക് കൊടുക്കുന്നത്. രാജാനെ നേരെ ഖായി ഓർ പാനി പിയ. അത് കൊടുത്തതെല്ലാം തിന്നിട്ട് വെള്ളം കുടിച്ചു. രാജാനെ കഹ. രാജാവ് പറഞ്ഞു, ക്യാ ബാത്ത് ഹേ. എന്തൊരു ഇതാണെന്നില്ല, ഒരു സ്ലാങ് വേർഡാണ്. പറയുമ്പോൾ ഗർണവസ്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ല. അതുപോലെ തന്നെ ഇന്നൊരു വർത്താനാണെന്ന് പറയണത് അതിൻ്റെ അർത്ഥമല്ല, ഇന്നർ മീനിങ് എന്ന് പറയുമ്പോൾ വാവ് എന്ന് പറയില്ല, അതുപോലെയാണ്. യേ ഫല് ബഡേ ഹി മീഠേ ഓർ സ്വാദിഷ്ട ഹേ. ഇത് ഭയങ്കര സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഇതാണല്ലോ ഈ പഴമൊക്കെ. മെയിനെ ഐസെ ഫല് പഹലെ കബി നെയ് കായ. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഫലം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പാനി കാ സ്വാദ് ബി ബഹുത്ത് അച്ചാ ഹെ. ഈ വെള്ളത്തിന് പോലും ഭയങ്കര ഇതാണ്, ടേസ്റ്റിയാണ്. യുവക് ബീറേസെ പോലെ. അതൊക്കെ യുവക് പറഞ്ഞ് യഹാം കാ രാജാവ് ജറൂർ ഹി ധർമ്മ കെ അനുസാര ന്യായ സെ രാജ് കർത്താ ഹെ. ഇവിടുത്തെ രാജാവാണെങ്കിൽ ആ നല്ല ഇതിലാണ് രാജ്യം ഭരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഭയങ്കര മീഠായി. ഇസ്ലിയെ ഫല് മീഠേ ഓർ പാനി സ്വാദിഷ്ടേ. അതന്നെ ഞാൻ അത് രണ്ടും കൂടി പറഞ്ഞു. यदि राजा अधर्मी और अन्याय हो तो खुद मूल भानी उन आदि स्वादिहीन और कड़वे हो जाते हैं. ഇവിടുത്തെ രാജാവ് ഭയങ്കര പോസ്റ്റ് അന്യായൊക്കെ ആണെങ്കിൽ ഈ ഫലം പാനിയൊക്കെ ഭയങ്കര കടുവയും സ്വാദും ഇതായി മാറും.
इतना ही नहीं, ഇത് മാത്രമല്ല पूरे राष्ट्र भूमि दूषित हो जाता है. ഇത് രാഷ്ട്രം ഭയങ്കര ഇതായിട്ട് പോകുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷനൊക്കെ ഭയങ്കര ഇതായിട്ട് വിഷമായി പോകും. പിന്നെ राष्ट्र को शक्तिशाली और तेजवान बनाने में उसका नेता राजा ही सर्वोपरि है. പീപ്പിളിനെ നന്നായി ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ രാജാവും നന്നായിരിക്കും. മീനിങ് സെന്റൻസ് മീനിങ് ഒക്കെ ഭയങ്കര പാടാണ്. തന്നെ അച്ഛ ഏസാ ഹി ഹോത്താ ഹെ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കഹാങ്കർ രാജാനെ युवक को नमस्कार किया और अपने परिचय दिया बिना राजधानी लौटाया. അത് പറഞ്ഞിട്ട് നമസ്കാരം ചെയ്തതിനു ശേഷം തിരിച്ചു വന്ന് ഒരു പരിധി നോക്കിയില്ല. वही रास्ते पर सोचते आई कि उस ज्ञानी युवक की പരീക്ഷ ലഘും. അങ്ങനെ തിരിച്ചു വരണ സമയത്ത് തോന്നി എനിക്ക് ഇവനൊന്ന് പരീക്ഷിക്കണം. അധർമ്മ ഓർ അന്യായി സെ രാജ് കരൂങ്ക. ഞാൻ ഇത് അധർമ്മം കൊണ്ടും പിന്നെ അന്യായം കൊണ്ടും ഞാൻ രാജ്യം രചിക്കാൻ പോവാണ്. കർക്ക ബാർ പ്രജ പർ ഡാൽ ദൂങ്ക എന്ന് പറയുമ്പോൾ എല്ലാ ഭാരവും പ്രജയിലേക്ക് ഇടും. देखताहू ഞാനും നോക്കട്ടെ. യുവക് കി ബാത്ത് മേൽ കിത്തിനി സച്ചായി. എത്ര ഇതുണ്ട് സത്യം യുവകിൻ്റെ വാക്കുകളിൽ. രാജാനെ ഏസാ ഹി കിയ. അങ്ങനെ തന്നെ രാജാവ് ചെയ്തു. പ്രജ പരേഷാൻ തി कि राजा को अचानक क्या हो गया है. അവിടുത്തെ പീപ്പിളിനൊക്കെ ഭയങ്കര ആശ്ചര്യം. ഇത്രയും നല്ല രാജാവ് പെട്ടെന്ന് പൊട്ടായത് എന്താന്ന് വെച്ചിട്ട്. കുച്ച് മഹീനെ ബീച്ച് ജാനെ പർ ബ്രഹ്മദത്ത് ഫിർ ഉസി ആശ്രമിനെ ജാ പൗഞ്ച. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബ്രഹ്മദത്ത് എന്ത് ചെയ്തു, ഈ ആശ്രമിൽ വന്നു. नमस्कार करके बैठा ही थे. ഈ യുവക് പാനി ഓർ ഗേത്തെ ലോക്കർ ഗയ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് നമസ്കാരമൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് യുവക് പിന്നെയും വെള്ളവും അതും പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് പാനി ഫിഖ ഓർ ഗോത്ത കടുവാത്തെ. വെള്ളം ഭയങ്കര കയ്പുള്ളതും മറ്റേ പഴങ്ങളൊക്കെ ചീനി പോലത്തെ ഇരുന്നു. രാജാനെ തൂക്കർ സാരെ ഗോദൻ ദിയ ഔർ ക. അതൊക്കെ അങ്ങനെ തൂന്നൊക്കെ തുപ്പിക്കളഞ്ഞിട്ട് ആ രാജാവ് യുവകിനോട് പറഞ്ഞു, ശ്രീ ശിവ, എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ദൈവമേ എന്ന് പറയുന്നതിൻ്റെ ഇങ്ങനത്തെ വേർഡാണത്. ये ഗോത്തോ ബഹുത്ത് കടുവാ ഹെ. ഇതൊക്കെ എന്താ ഭയങ്കര ഇത് കയ്പാണല്ലോ. ഖാനെ ലായക് നഹി ഹെ. ഇത് കഴിക്കാൻ പറ്റിയ സംഭവമൊന്നുമല്ല. യുവക് പറഞ്ഞു, ലഗ്താ ഹെ രാജ അധർമ്മ ഓർ അന്യായി ഹോ ഗയി ഹെ. എനിക്ക് തോന്നുന്ന രാജാവ് ഭയങ്കര അധർമ്മിയും അന്യായമായിരിക്കുന്നു. ഇസ്ലിയെ ജംഗിൾ കോ ഫൽ കടുവ ഹോ ഗയി ഹെ. ഇത് കാരണമാണ് ജംഗിളിലുള്ള എല്ലാ പഴങ്ങളും അങ്ങനെ കയ്പായി മാറിയത്. രാജാനെ കുച്ച് ഓർ ജാനനെ കി ഇച്ഛ പ്രകടി കി തോ വഹ് ബോല. ഇങ്ങനെ കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ട് രാജാവിന് തോന്നിയപ്പോൾ രാജാവ് പറഞ്ഞു, पशुओं को चराने लो जाता है तो उनका नेता जिसे रास्ते जाता है सभी उसके पीछे पीछे चलता है. അപ്പോൾ പറഞ്ഞ് പക്ഷീനെ തന്നെ നോക്കും. ഇങ്ങനെ ഒരു പക്ഷിയുടെ നേതാവ് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ജനങ്ങൾ എന്ന് പറയുമ്പോൾ പക്ഷിക്കൂട്ടങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. യദി വഹ്
तन्ना मेदा चलता लगे तो बाकी सब भी रास्ते से भटकर इधर उधर चलने लगते हैं. ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മളെ പ്രാവും കൂട്ടങ്ങൾ അല്ലെങ്കിൽ പക്ഷികളുടെ കൂട്ടങ്ങൾ നേതാവ് ഒരു നല്ല നേരായിട്ട് പോവുകയാണെങ്കിൽ ജനങ്ങളെല്ലാവരും നേരായിട്ട് തന്നെ പോവുക. ജനങ്ങളുടെ പക്ഷിക്കൂട്ടങ്ങൾ നേരായിട്ട് തന്നെയാണ് പോവുക. ഇപ്പം നേതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞു പോവുകയാണെങ്കിൽ ആ പക്ഷിക്കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിട്ട് തന്നെ പോവുക. ഇവിടെ मनुष्यों में राजा सबसे श्रेष्ठित माना जाता है. ഇവിടെ മനുഷ്യന്മാരെ വെച്ചിട്ട് ഏറ്റവും ഇതുള്ളത് രാജാവിനാണ്. വഹി സബി കാ നേതാ ഹോത്താ ഹെ. എല്ലാതിൻ്റെ രാജ്യത്തിൻ്റെ മുഴുവൻ ലീഡർ ഇദ്ദേഹമാണ്. യദി വഹ് സഹി രാസ്തെ जोड़े तो पूरा राष्ट्र भद भ्रष्ट हो कुमर्क पर चलता लगेगा. അപ്പോൾ രാജാവ് ഇങ്ങനെ പൊട്ടായിട്ടാണ് ഭരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ രാജ്യം മുഴുവൻ തകർന്നു വീണ പോലെയാണ്. മറ്റേ അല്ലാതല്ലാണ്ട് ഒന്നും ശരിയായിട്ടൊന്നും നടക്കില്ല. എല്ലാതും അതും ഇതും പോലെയായിട്ട് ഒരു രാജ്യമാവും. ഇസേ പ്രജ ദുഃഖി ഹോഗി. ഇത് കാരണം പ്രജകളെല്ലാവരും ഭയങ്കര വിഷമത്തിലാവും. രാജാക്കോ തോ സുമാകർ പർ ചലനെ സേ ഹി സാരാ രാഷ്ട്ര സുഖി രഹ സക്താ ഹെ. രാജാവിൻ്റെ ഓരോ ഓരോ ആക്ഷൻസ് കാരണമാണ് രാജ്യം നന്നായി പോവുക അല്ലെങ്കിൽ ചീത്തയായി പോവുള്ളൂ. ഇന്നർ മീനിങ് ആണ്, കറക്റ്റ് മീനിങ് അല്ല ആ ഒരു സെൻറ്റൻസിൻ്റെ. അബ് ഉസേ യുവകോ രാജാനെ അപ്പിന പരിചയ ദിയ. ഇപ്പോൾ യുവകിനോട് രാജാവിൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞു കൊടുത്തു. और कहा मेरा ही कारण पहले देरे मीठे और भानी स्वादिष्टത. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ കാരണമാണ് ഇത് പഴങ്ങൾ നല്ല ഇത് മധുരവും പിന്നെ വെള്ളം നല്ല സ്വാദിഷ്ടമായിരുന്നത്. मैंने ही उनको कड़वा और बेस्वाद किया. ഞാൻ തന്നെ അതിനെ ഭയങ്കര പുളി കയ്പും പിന്നെ ടേസ്റ്റ് ഇല്ലാണ്ടും ആക്കിയത്. अब मैं प्रतिज्ञा करता हूँ कि इन्हों फिर से मीठा और रसीला करूँगा. അപ്പോൾ ഞാനിനി പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാനിതിനെ ഇനി മധുരമുള്ളതും നല്ല ടേസ്റ്റുള്ളതും ആക്കും. युवक നമസ്കാർ കർ ബ്രഹ്മദത്ത് ലോട്ടായ. യുവകിനോട് നമസ്കാരം പറഞ്ഞിട്ട് ബ്രഹ്മദത്ത് തിരിച്ചു വന്നു. വഹ് ധർമ്മ ഓർ ന്യായ സെ രാജ് ചൽത്താ ലഗെ. അങ്ങനെ നല്ല ന്യായവും പിന്നെ അച്ചായും നന്മയും അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം രാജ്യം പിന്നെയും ഭരിക്കാൻ തുടങ്ങി. രാജ്യ ഫിർ സെ ഗുൻ दन दनिया से बुरफुर हो गया और प्रजा राजा का गुनाम करने लगे. പിന്നെയും അത് മറ്റേ ഗാർഡനൊക്കെ പൂക്കളുകൊണ്ട് നിറയണ പോലെ തന്നെ സന്തോഷവും ചിരികൊണ്ട് തന്നെ നിറഞ്ഞു. ആൾക്കാർ പിന്നെയും രാജാവിനെ പ്രശംസിക്കാൻ തുടങ്ങി. മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ജയ്സെ രാജ ഹോത്തെ ഹെ വൈസെ ഹി പ്രജ തഥാ ശസാന് വ്യവസ്ഥ ഹോത്താ ഹെ. എങ്ങനെയാണോ കിങ് ഉള്ളത് അതുപോലെ തന്നെ പീപ്പിളും അഡ്മിനിസ്ട്രേഷൻ.